തിളച്ച എണ്ണയിലേക്ക് നെയ്യപ്പത്തിനുള്ള മാവ് കോരിയൊഴിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പൂർണിമ. എണ്ണയുടെ പാകം കൃത്യമായതുകൊണ്ട് തന്നെ മാവ് ഭംഗിയിൽ പൊങ്ങി വരുന്നത് കണ്ടതും അവർ തൃപ്തിയോടെ ചിരിച്ചു. ഇതേ നേരത്ത് തന്നെയായിരുന്നു അടുക്കളയുടെ നടുവിൽ കിടന്നിരുന്ന ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയായിരുന്ന ഫോൺ ചിലച്ചു തുടങ്ങിയത്. കൈയൊഴിയാത്ത നേരത്ത് ധാരാ ദൈവമേ! സ്ലാബിലിരുന്ന പഴയ തുണിയെടുത്ത് കൈ അമർത്തി തുടച്ചിട്ട് പൂർണിമ വേഗം ചെന്ന് ഫോണെടുത്തു. സുലജയായിരുന്നു വിളിക്കുന്നതെന്ന് മനസ്സിലായതും വലിയ താല്പര്യമൊന്നും തോന്നിയില്ലെങ്കിൽ പോലും അവർ ഫോണെടുത്ത് സ്പീക്കറിലിട്ട് വെച്ചിട്ട് അടുപ്പിനരികിലേക്ക് വന്നു. ഹലോ ഏട്ടത്തി. ആ, വിളിക്കുമ്പോഴേലും അങ്ങനൊരു ബന്ധമുണ്ടെന്ന് നീ ഓർക്കുന്നുണ്ടല്ലോ, സന്തോഷം. സുലജ പുച്ഛത്തോടെ പറഞ്ഞത് കേട്ടെങ്കിലും വീണ്ടും എണ്ണയിലേക്ക് മാവൊഴിക്കുന്ന തിരക്കിലായിരുന്നു പൂർണിമ. നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്ത് പറയാനാ ഏട്ടത്തി? ഏട്ടത്തി ഓരോന്ന് സ്വയം കൽപ്പിച്ചു കൂട്ടി പറയുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഏട്ടൻ്റെ കൈപിടിച്ച് ഏട്ടത്തി കുടുംബത്തിലേക്ക് വന്ന നാള് മുതൽ ആ സ്നേഹവും സ്ഥാനവും ഞാൻ തന്നിട്ടുണ്ട്. പിന്നെന്തിൻ്റെ പേരില്ല ഇപ്പോഴത്തെ ഈ പരിഹാസമെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെന്തിനെക്കുറിച്ച് ഞാനെന്തോ പറയാനാ? പൂർണിമ ശാന്തമായി തന്നെ പറഞ്ഞു. ഓ, നിനക്ക് എന്നോടൊന്നും പറയാൻ കാണത്തില്ല. അതുകൊണ്ടല്ലേ നിന്റെ മോള് വയറ് വീർപ്പിച്ച് നിൽക്കുന്ന കാര്യം നീ നിന്റെ ആങ്ങളെ മാത്രം വിളിച്ചറിയിച്ചത്? സുലജയുടെ പറച്ചിൽ കേട്ടതും പൂർണിമയ്ക്ക് അവരോട് വല്ലാത്ത വെറുപ്പ് തോന്നിപ്പോയിരുന്നു. അടുത്തു നിന്ന് വല്ലതുമായിരുന്നു ഇമാതിരി വർത്തമാനം പറഞ്ഞതെങ്കിൽ മുന്നിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് അവരുടെ മുഖം പിടിച്ചു മുക്കാമായിരുന്നു എന്നുപോലും അവർക്ക് തോന്നി. ഏട്ടത്തി അതെന്നാ വർത്താനമാ ആ പറഞ്ഞത്? എൻ്റെ മോൾ എന്തുവാ വഴി പിഴച്ച് നടന്ന് വയറ് തീർപ്പിച്ചത് വല്ലതുമാണോ? ആദിയുടെ വയറ്റിലൊരു ജീവൻ തുടിച്ചു തുടങ്ങിയെങ്കിൽ അതിൻ്റെ അവകാശി അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ തന്നെയാ. സുലജയുടെ സംസാര രീതി പൊതുവെ അത്തരത്തിൽ തന്നെയാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ സാധാരണ അതിനെയൊക്കെ അവഗണിക്കാറാണ് പതിവെങ്കിലും ഇത്തവണ മനസ്സിൽ തോന്നിയ അനിഷ്ടം അതേപോലെ പ്രകടിപ്പിക്കാൻ പൂർണിമയെ പ്രകടിപ്പിച്ചത് ആമിയുടെ മുഖം മാത്രമായിരുന്നു. താലി കെട്ടിയതിൻ്റെ മഹിമയൊന്നും നീ വിളമ്പാൻ നടക്കണ്ട പൂർണിമയെ. അതൊക്കെ നാട്ടുകാർ പറഞ്ഞു ചിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പറഞ്ഞ അവളുടെ കെട്ടിയോൻ എത്ര ദിവസം അവളുടെ കൂടെ കാണുമെന്ന കാര്യത്തിൽ വല്ല ഉറപ്പുമുണ്ടോ? നേരത്തെ ഒരിക്കൽ അവളെവിടെ കൊണ്ട് തള്ളിയിട്ടു പോയതൊന്നും ആരും മറന്നിട്ടില്ല. അന്നത്തെ സാഹചര്യമല്ല ഇപ്പോൾ. ഇന്നവർ പരസ്പരം സ്നേഹിച്ചു തുടങ്ങിയേക്കുക. അതിന് തെളിവാ ആദിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞു പോലും. ഉവ്വ, കണ്ടാ മതി. സുലജ പുച്ഛിച്ചു. ഏട്ടത്തി വെക്കാൻ നോക്ക്. എനിക്ക് കുറച്ച് പണിയുണ്ട്. വൈകുന്നേരം മോളെ കാണാൻ പോണം. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ അതിൻ്റെ തിരക്കില്ല. അവരോട് സംസാരിക്കുന്നത് നായയുടെ വാലിൽ കുഴലിടുന്നതിന് തുല്യമാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പായതും അത്രമാത്രം പറഞ്ഞിട്ട് മറുപടിക്ക് കാക്കാതെ പൂർണിമ ഫോൺ കട്ട് ചെയ്തു. ഈശ്വരാ, ഇങ്ങനെയൊരു മന്ദര! എൻ്റെ കൃഷ്ണ, ഇതുപോലുള്ളവർക്കൊന്നും ചിരിക്കാനും കുത്തി നോവിക്കാനും ഇടവരുത്തല്ലേ. എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോണേ. അവരെ എന്നും പരസ്പരം ചേർത്ത് തന്നെ വെച്ചേക്കണേ. ഫോൺ താഴെ വെച്ചതും നെഞ്ചിൽ കൈചേർത്തുകൊണ്ട് പൂർണിമ മനസ്സുരുകി പ്രാർത്ഥിച്ചു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് കീർത്തിക്കും ജാസ്മിനും ആമിക്കും കൂടി പുറത്തേക്ക് വരുമ്പോൾ സ്റ്റെഫിൻ്റെയും റയാൻ്റെയും കാറുകൾ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്നു. അവരിരുവരും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ജ്യൂസ് കടയ്ക്ക് മുന്നിൽ ഇരിക്കുന്നുമുണ്ടായിരുന്നു. ആഹാ, ഭർത്താക്കന്മാർ കാവലുണ്ടല്ലോ. നല്ല രണ്ട് ചെറുപ്പക്കാരായിരുന്നു. പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇതാ അവസ്ഥ. ദൂരെ നിന്ന് തന്നെ അവരെ കണ്ടതും ജാസ്മിനെയും ആമിയെയും പാടി നോക്കിക്കൊണ്ട് കീർത്തി പറഞ്ഞു. നിനക്കൊരു പട്ടിക്കുറുക്കനുമില്ലെന്ന് പറഞ്ഞ് ഇത്ര അസൂയ പാടുണ്ടോ ഗീതു? ആമി അവളുടെ കവളിൽ പിടിച്ച് വലിച്ചു വിട്ടുകൊണ്ട് കളിയാക്കി. ഓ പിന്നെ, ഇതിനി അതിൻ്റെ കുറവൂടെ ഉള്ളൂ. എന്നിട്ട് വേണം അങ്ങേരും ഇങ്ങനെ പൂവാലന്മാരെ പോലെ ഇവിടെ വന്ന് കാത് കെട്ടി കിടക്കാൻ. ആ, സ്വന്തമായിട്ടൊരു പൂവാലൻ കയ്യിലുള്ളതൊക്കെ ഒരു സുഖാ മോളെ. അത് വല്ലേ അസൂയ മാത്രം സ്വന്തമായിട്ടുള്ള ഈ വധൂരിക്കറിയോ? ജാസ്മിൻ്റെ കമന്റിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആമിയും പറഞ്ഞു. ഓ, തൽക്കാലം എനിക്ക് ആ സുഖം അറിയണ്ട. നിങ്ങൾ ഏതായാലും സൂഹിക്കുന്നുണ്ടല്ലോ, അത് മതി എനിക്ക്. കീർത്തി അവരിരുവരെയും നോക്കി ചുണ്ടു കോട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ആ, ദേ വരുന്നടാ വാനരപ്പട. പുറംതിരിഞ്ഞിരുന്ന റയാൻ്റെ കയ്യിൽ തോണ്ടി സ്റ്റെഫിൻ പിറുപിറുത്തതും പെൺപിള്ളേർ മൂന്നും കൂടി അവർക്കരികിലേക്ക് എത്തിയിരുന്നു. ഇച്ചായ നേരത്തെ വന്നോ? ഇല്ലടി, ഇപ്പം വന്നേയുള്ളൂ. തൻ്റെ അരികിലേക്ക് വന്നിരുന്ന ആമിയുടെ മുടിയിഴകളിലൂടെ ഒന്ന് തഴുകിക്കൊണ്ട് റയാൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. വയ്യായിക വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ലിച്ചായ. അവളവൻ്റെ തോളിലേക്ക് ചാരി കണ്ണുകളടച്ചതും റയാൻ പതിയെ പുഞ്ചിരിച്ചു. ജ്യൂസ് പറയട്ടെ? വേണ്ട ചായ, നമുക്ക് പോകാം. ഈ നേരം മുന്നിലിരിക്കുന്നവരെ ആരെയും മൈൻഡ് ചെയ്യാതെ തങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയ ആ 2 പേരിൽ മാത്രമായി ഉടക്കി കിടക്കുകയായിരുന്നു മറ്റുള്ളവരുടെ മിഴികൾ. ഇത്ര നേരം തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ആമി തന്നെയല്ലേ ഇപ്പോൾ റയാനോട് ചേർന്നിരിക്കുന്നതെന്ന് സംശയിച്ചു പോയിരുന്നു ഗീതുവും ജാസ്മിനും. കാരണം തങ്ങളുടേത് മാത്രമായ ഒരു ലോകത്തിലേക്ക് അത്രമാൽ ചുരുങ്ങിപ്പോയിരുന്നു ആമിയും റയാനും അപ്പോൾ. അതിനിടയിൽ സ്ഥലമോ സന്ദർഭമോ ഒന്നും തന്നെ അവർക്ക് തടസ്സമായതുമില്ല. ആ, എന്നാ പിന്നെ ഞങ്ങളെ വിട്ടേക്കുവാടാ.
മുന്നിലിരുന്ന് ജ്യൂസ് കുടിച്ച് തീർക്കാതെ തന്നെ അവളെയും കൂട്ടി എഴുന്നേറ്റുകൊണ്ട് റയാൻ പറഞ്ഞതും സ്റ്റെഫിൻ പുഞ്ചിരിച്ചു. പെൺപിള്ളേരോടും കൂടി യാത്ര പറഞ്ഞിട്ട് അവർ കാറിലേക്ക് കയറി. മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? പരസ്പരം കണ്ടാൽ കടിച്ചു കീറാൻ നടന്നവർ തന്നെയാണോ ആ പോയത്? അകന്നു പോകുന്ന റയാന്റെ കാറിലേക്ക് നോക്കി നിന്നുകൊണ്ട് ഗീതു പറഞ്ഞതും സ്റ്റെഫിനും ജാസ്മിനും എന്തോ അർത്ഥം വച്ചെന്ന് ചിരിച്ചു. വീട്ടിലെത്തിയ പാടെ ആമി കുളിക്കാനും വിളക്ക് കത്തിക്കാനുമൊക്കെ കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. റയാനാണെങ്കിൽ തൻ്റെ ഓഫീസ് ജോലികളിലേക്കും തിരിഞ്ഞു. ഇവിടേക്ക് തിരികെ വന്നതിന് ശേഷമുള്ള അവൻ്റെ പതിവുകൾ ഇങ്ങനെ തന്നെയായിരുന്നു. ആമയ്ക്കൊപ്പം തന്നെ അവൻ തൻ്റെ ജോലികളും ചിട്ടപ്പെടുത്തിയിരുന്നു. കാരണം അവൾക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടോ ഒറ്റപ്പെടലോ തോന്നാൻ പാടില്ലെന്ന കാര്യത്തിൽ അവന് നിർബന്ധമുണ്ടായിരുന്നു. റയാൻ ലിവിംഗ് റൂമിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പുറത്തൊരു ബൈക്ക് വന്നു നിന്നത്. പുറത്തേക്ക് എത്തി നോക്കുമ്പോൾ ബൈക്കിൽ നിന്നിറങ്ങുന്ന നന്ദനെയും പൂർണിമയും കണ്ടതും അവൻ വേഗം ലാപ്പടച്ചു വെച്ചിട്ട് സിറ്റൗട്ടിലേക്ക് ചെന്നു. അങ്കിളും ആൻറ്റിയും എന്താ ഈ നേരത്ത്? ഇപ്പോൾ വന്നാലല്ലേ നിങ്ങളെ രണ്ടാളെയും ഒരുമിച്ച് കാണാൻ പറ്റൂ. നന്ദൻ ചിരിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് കയറി. അകത്തേക്ക് വാ, ആമി കുളിച്ചിറങ്ങിയിട്ടതേ ഉള്ളൂ, വിളക്ക് വയ്ക്കുക. അവനവരെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി. അവർക്കെതിരെ ഇരുന്നു കൊണ്ട് എന്തോ പറയാനാഞ്ഞ നേരത്തായിരുന്നു ആമി അങ്ങോട്ട് വന്നത്. അവൾ ഇറങ്ങി വന്ന മുറിക്ക് പുറംതിരിഞ്ഞിരുന്ന നന്ദനെയും പൂർണിമയും കാണാതെ അവൾ നേരെ റയാന്റെ അരികിലേക്ക് വന്ന് വിരൽത്തുമ്പിൽ കരുതിയിരുന്ന ഭസ്മം അവൻ്റെ നെറ്റിയിൽ വരച്ചു. റയാനാണെങ്കിൽ ഒരു നോട്ടം കൊണ്ട് പോലും അവളെ തടഞ്ഞില്ലെന്ന് മാത്രമല്ല, മനോഹരമായി പുഞ്ചിരിക്കുകയും ചെയ്തു. അത് നോക്കിയിരിക്കെ തങ്ങളുടെ മകൾക്ക് വേണ്ടി അവൻ എത്രത്തോളം മാറിയെന്ന ചിന്തയിൽ നന്ദൻ്റെയും പൂർണിമയുടെയും മനസ്സ് നിറഞ്ഞു. നസ്രാണി ചെറുക്കനിപ്പോൾ നല്ലൊരു ഒന്നാന്തരം പട്ടരായി. അവനെ കളിയാക്കി പറഞ്ഞുകൊണ്ട് ആമി അവനിലേക്ക് കുനിഞ്ഞു വന്നതും നന്ദനും പൂർണിമയും വെപ്രാളത്തോടെ പരസ്പരം നോക്കി. അവിടെ രണ്ടുപേര് കൂടി ഇരിക്കുന്നുണ്ട്. മുഖത്തതേ കുസൃതിച്ചിരിയോടെ തന്നെ റയാൻ പറഞ്ഞപ്പോഴായിരുന്നു ആമി പിടഞ്ഞു മാറിയത്. സോഫയിലിരിക്കുന്ന അച്ഛനമ്മമാരെ കണ്ടത് നിമിഷങ്ങൾക്ക് മുമ്പ് താൻ ചെയ്യാൻ പോയ പ്രവൃത്തി ഓർത്തൊരു ചമ്മല് വന്നെങ്കിലും അതിവേഗം അതിൽ നിന്നും മുക്തി നേടിയ അവൾ വേഗം ഓടിച്ചെന്ന് അവരുടെ ഇടയിലേക്കിരുന്നു. ഇരുവരും അവളെ ചേർത്ത് പിടിച്ചു. എന്താ അമ്മ പറയാതെ വന്നേ? ഒന്നുമില്ലടാ, നിങ്ങളിവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ഒന്ന് വന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ചു. എന്നാ ഞാൻ ചായ എടുക്കാം. അവർ സംസാരിക്കുന്ന കണ്ടതും അവർക്കിടയിലൊരു തടസ്സമാകേണ്ടെന്ന് കരുതി റയാൻ എണീച്ച് കിച്ചണിലേക്ക് നടന്നു. പിന്നീട് അച്ഛനമ്മമാരുടെ പതിവ് ആകുലതകളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവച്ച ശേഷമായിരുന്നു ആമി അവർ കൊണ്ടുവന്ന പലഹാരങ്ങളുമായി കിച്ചണിലേക്ക് ചെന്നത്. അപ്പോഴേക്കും റയാൻ ചായ ഉണ്ടാക്കി കപ്പിലേക്ക് പകർത്തിയിരുന്നു. അത് കണ്ടൊരു പുഞ്ചിരിയോടെ തന്നെ അവൾ കയ്യിലിരുന്ന കവർ സ്ലാബിലേക്ക് വച്ചതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് തിരയാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു പിന്നിലൂടെ വന്ന റയാൻ അവളുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച് കഴുത്തിൽ മുഖം മുരച്ചത്. ഇച്ചായ, അമ്മ എങ്ങാനും വരും. ആമി കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും റയാൻ അവളിൽ നിന്നും അകന്നില്ലെന്ന് മാത്രമല്ല ഒന്നുകൂടെ ചേർന്ന് നിന്നു. ഇച്ചായ, ഒന്ന് ചുമ്മാതിരി പെണ്ണേ, അവർ രണ്ടാളും എന്തായാലും ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരത്തില്ല. നീ വേഗം അതിങ്ങ് താ. എന്തോന്ന്? ആമി കണ്ണുരുട്ടി. ആ, നേരത്തെ തരാൻ വന്നില്ലേ അത്. പിന്നെ കവളിൽ വേണ്ട, ഇവിടെ മതി. ഒരു കുസൃതിച്ചിരിയോടെ അവൾക്ക് നേരെ ചുണ്ട് കോർപ്പിച്ചുകൊണ്ട് റയാൻ പറഞ്ഞു. അയ്യടാ, അച്ഛനെ അമ്മയും അവിടെ ഇരിക്കുമ്പോഴാണ് അങ്ങയുടെ ഒരു കൊഞ്ചല്. ആമി അവൻ്റെ കവളിൽ കളിയായി തട്ടി. അങ്ങനിപ്പോൾ നീ പോകണ്ട. ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചുണർത്തിയിട്ട് ചോറില്ലെന്നോ? വാശിയോടെ അവളെ പിടിച്ചു നിർത്തിയതും ആ ചെഞ്ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു അവൻ. അവളെ ഒട്ടും നോവിക്കാതെ അത്രമേൽ മൃദുവായൊരു ചുംബനത്തിന് ശേഷം പരസ്പരം അകന്നു മാറുമ്പോൾ ഇരുവരുടെയും മുഖം തുടുത്തിരുന്നു. എന്നാൽ ഈ നേരം അടുക്കളയിൽ നിന്നുമുള്ള മകളുടെ അടക്കി പിടിച്ച ചിരി കേട്ടുകൊണ്ട് ഹാളിലിരിക്കുകയായിരുന്ന നന്ദൻ്റെയും പൂർണിമയുടെയും ഹൃദയത്തിലെ അവളുടെ ജീവിതത്തെ ഓർത്തുള്ള അവസാന തുള്ളി ആശങ്കയും അകന്നു പോകുകയായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് കോൺഫറൻസ് ഹാളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ റയാൻ എന്തോ ആമിയെ ഒന്ന് കാണണമെന്ന് തോന്നി. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ അവൻ്റെ ഹൃദയമിടിപ്പേറി. പക്ഷേ അതിൻ്റെ കാരണം മാത്രം എത്രയൊക്കെ ആലോചിച്ചിട്ടും അവന് മനസ്സിലായില്ല. സാർ. അവൻ ലിഫ്റ്റിലേക്ക് കയറാൻ തുടങ്ങിയതും അങ്ങോട്ടോടി വന്ന അനൂപ് വിളിച്ചു. എന്താ അനൂപ്? ഓടിക്കിതച്ച് വന്നവരെ കണ്ട് റയാൻ മുഖം ചുളിച്ചു. അത് സാർ, സാറിനൊരു കോൾ വന്നിരുന്നു. സാറിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഇവിടെ ഓഫീസിലേക്ക് വിളിച്ചതാ. ആരാ വിളിച്ചത്? പോൾ സാറാ. സാറിനോട് എത്രയും വേഗത്തിൽ ക്രിസ്ത്യൻ മിഷൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. സാറിൻ്റെ വൈഫിന്. അത്ര മാത്രമേ റയാൻ കേട്ടുള്ളൂ. ആമിയുടെ ചിരിക്കുന്ന മുഖം ഓർമ്മയിലേക്ക് വന്നതും അവൻ്റെ കയ്യിലിരുന്ന ഫയൽസും കോട്ടും നിലത്തേക്ക് ചിതറി വീണു. സാന്ദ്ര, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുക. മീറ്റിംഗ്സ് എല്ലാം ക്യാൻസൽ ചെയ്തേക്ക് പറഞ്ഞിട്ട് പുറത്തേക്ക് പായുന്നവനെ കണ്ട് സാന്ദ്രയും അനൂപും പകച്ചു നിന്നു. ഹൈവേയിലെ ട്രാഫിക് പോലും വകവയ്ക്കാതെ മുന്നോട്ട് പായുമ്പോൾ റയാൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ആമിയുടെ മുഖം മാത്രമായിരുന്നു. ഇച്ചായ എന്ന് വിളിച്ച് പൊട്ടിച്ചിരിക്കുന്ന പെണ്ണിൻ്റെ മുഖം ഓർമ്മ വന്നതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആമി, ഇച്ചായനെ വിട്ടേച്ച് പോകല്ലേടി. അവൻ മൗനമായി തേങ്ങി. ഹോസ്പിറ്റലിലെത്തി അകത്തേക്ക് പായുമ്പോൾ
എവിടെയാണെന്നോ എങ്ങോട്ട് പോകണമെന്നോ അവനൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭ്രാന്ത് പിടിച്ചവനെ പോലെ അവൻ അകത്തേക്ക് ഓടി. റയാൻ സാർ, പിന്നിൽ നിന്നും ഒരു പെൺകുട്ടി വിളിച്ചതും അവൻ തിരിഞ്ഞു നിന്നു. സാറ് വന്ന 3rd ഫ്ലോറിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പോൾ സാറൊക്കെ അവിടെയാ ഉള്ളത്. കേട്ട പാതി കേൾക്കാത്ത പാതി റയാൻ ലിഫ്റ്റിലേക്ക് കയറി 3rd ഫ്ലോർ പ്രസ് ചെയ്തു. കൊച്ചേ. ലിഫ്റ്റിന്റെ തണുത്ത ചുവരിലേക്ക് ചാരി കണ്ണുകൾ പൂട്ടി നിൽക്കുമ്പോൾ അവന്റെ ചൊടികൾ മന്ത്രിച്ചു. ഹൃദയത്തിൽ നിന്നും എന്തോ ഒന്നടർന്നു മാറും പോലെ ഭ്രാന്തമായി നെഞ്ചു തടവിക്കൊണ്ട് നിന്നു. ലിഫ്റ്റ് 3rd ഫ്ലോറിൽ നിശ്ചലമായതും വെപ്രാളത്തോടെ അവൻ പുറത്തേക്കിറങ്ങി. നേരെ നോക്കിയതും കോറിഡോറിന്റെ അറ്റത്തെ ഓപ്പറേഷൻ തിയേറ്റർ എന്നെഴുതിയ മുറിക്ക് മുന്നിൽ നിൽക്കുന്ന ഉറ്റവരെ കണ്ട് അവൻ അങ്ങോട്ട് പാഞ്ഞു. ഡാഡി. ഓടി വന്നതും പോളിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ വിളിച്ചു. എന്തുകൊണ്ടോ അവനെ കണ്ടതും റൂബിക്കും പൂർണിമയ്ക്കും സങ്കടമടക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു. എന്നതാ ഡാഡി അവൾക്ക്? ഒന്നുമില്ലടാ, അത് പിന്നെ ചെറിയൊരു ആക്സിഡന്റ്. പോൾ വിക്കി. ഞാൻ അവളെ കോളേജിലാക്കിയിട്ട് പോന്നതല്ലേ, പിന്നെങ്ങനെയാ? അവന്റെ ചോദ്യത്തിന് ആർക്കും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. എല്ലാവരും വിതുമ്പലടക്കി നിന്നതേയുള്ളൂ. ആരേലും ഒന്ന് പറ, അവൾക്ക് എന്നാ പറ്റി? എന്തെങ്കിലും ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഹൃദയം നിലച്ചു പോകുമെന്ന് തോന്നിയതും അവൻ അലറി. പക്ഷേ പോളും നന്ദനുമെല്ലാം മുഖം കുനിച്ചു നിന്നതേയുള്ളൂ. അവൻ എന്തോ പറയാൻ വന്ന നേരത്ത് തന്നെയായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡോർ തുറക്കപ്പെട്ടത്. എല്ലാവരും വെപ്രാളത്തോടെ അവിടേക്ക് നോക്കി. ഡോക്ടർ ആത്മിക? ഹൃദയം പറഞ്ഞു പോകുന്ന വേദനയിലും അവൻ ചോദിച്ചു. ഓ, നിങ്ങളാണോ ആ കുട്ടിയുടെ ഹസ്ബൻഡ്? അതെ ഡോക്ടർ. യു ആർ ടു ലേറ്റ് മിസ്റ്റർ. ബ്ലീഡിങ്ങുമായിട്ടാ ഇവിടെ കൊണ്ടുവന്നത് തന്നെ. ഒരു അബോർഷൻ അല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബോധം അറിയുവരെ ആ കുട്ടി അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഹസ്ബൻഡിന്റെ കൺസൾട്ട് വാങ്ങിയിട്ട് ചെയ്യാമെന്ന് കരുതിയാ ഇതുവരെ നിങ്ങളെ വെയിറ്റ് ചെയ്തത്. പക്ഷേ നിങ്ങൾ ഒരുപാട് വൈകിപ്പോയി. ഡോക്ടർ പ്ലീസ്. അവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? സഖി കെട്ടതുപോലെ അവൻ അലറി. സോറി മിസ്റ്റർ റയാൻ, ഷീസ് നോ മോർ. കർത്താവേ, എൻ്റെ കുഞ്ഞ്. റൂബിയിൽ നിന്നുമൊരു നിലവിളി ഉയർന്നെങ്കിലും അതിനു പോലും കഴിയാതെ പൂർണിമ ബോധരഹിതയായി നിലത്തേക്ക് വീണിരുന്നു. നന്ദന്റെ കൈ തൻ്റെ തോളിൽ ബലമായി അമർന്നതും പോൾ അയാളെ ചേർത്തു പിടിച്ചു. റയാനാണെങ്കിൽ തനിക്ക് ചുറ്റുമുള്ള ലോകം തന്നെ നിലച്ചതുപോലെ തറഞ്ഞു നിന്നതേയുള്ളൂ. സ്ട്രക്ചറിന്റെ വീൽ തറയിൽ ഉറഞ്ഞുണ്ടാകുന്ന അസ്വസ്ഥത തീർക്കുന്ന സ്വരമായിരുന്നു അവരെയൊക്കെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത്. ആമി. വെള്ളത്തുണി കൊണ്ട് മൂടിയ ശരീരവും പേറി പുറത്തേക്ക് വന്ന സ്ട്രക്ചറിലേക്ക് നോക്കി അവൻ അലറിയതും ശബ്ദം പുറത്തേക്ക് വന്നില്ല. മോളെ. ഞാൻ എന്നതാ കർത്താവേ ഈ കാണുന്നേ? റൂബിയുടെ നിലവിളി കർണപടം തുളച്ചതും റയാൻ പെടച്ചിലോടെ മുന്നോട്ട് ഓടിച്ചെന്നു. വിറയാർന്ന കൈകൾ കൊണ്ട് മുഖത്തു നിന്ന് തുണി വലിച്ചു നീക്കുമ്പോൾ അവന്റെ ഹൃദയം പിടഞ്ഞു. കൊച്ചേ. കണ്ണുകൾ അടച്ച് ഗാഢമായൊരു നിദ്രയിൽ അമർന്ന് കിടക്കും പോലെ കിടക്കുന്നവളെ കണ്ട് അവൻ അലറിക്കരഞ്ഞു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നതേയില്ല.